ഹായ് മക്കളെ, ഈ വീഡിയോ ക്രിസ്മസ് എക്സാമിന് ഒരു കംബാക്ക് നടത്തി ക്ലാസ്സിലും നാട്ടിലും വീട്ടിലൊക്കെ സ്റ്റാർ ആവാൻ ഉദ്ദേശിച്ച് ഇപ്പൊ താൽക്കാലികമായി ആ കംബാക്ക് പ്ലാന് കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് നീട്ടി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പല പല കാരണങ്ങൾ കാരണം നിങ്ങളൊരു കംബാക്ക് ഒക്കെ നടത്തി ഒരു അക്കാഡമിക് സക്സസിലൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടും പല പല റീസൺസ് കാരണം നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺസ് ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. ഒന്ന്, പഠിക്കാൻ തോന്നാത്ത പ്രശ്നം, പഠിക്കാൻ മടിയുള്ള പ്രശ്നം, ഇനി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറാത്ത പ്രശ്നം. രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള കൂട്ടരാണ്. മൊബൈൽ ഫോൺ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഡിസ്ട്രാക്ഷൻസ്, ഒരു സാധനം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത പ്രശ്നം. മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ്റെ കൂട്ടരാണ് കേട്ടോ. ഇനി പഠിച്ചാൽ തീരുമോ, പഠിക്കാനൊക്കെ റെഡിയാണ്, രാവിലെ നേരത്തെ എണീക്കും, രാത്രി പഠിക്കാൻ കൃത്യം 7 മണിക്ക് ഇരിക്കും. പഠിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിലോട്ട് വരുന്ന കാര്യം ഇനി പഠിച്ചാൽ തീരുമോ എന്നുള്ള ഒരു പേടി ആദ്യം എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ അങ്ങ് കൊളാക്കും, പിന്നെ ആ പഠിക്കാനുള്ള മൂഡ് അങ്ങ് പോകും. അതേപോലെ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട് പലർക്കും. അതായത് അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ, തീരുമോ എന്നുള്ള ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഇനി പഠിച്ചത് മറന്നു പോകുന്ന പ്രശ്നം, അതെല്ലാവർക്കും ഉണ്ട്. പഠിച്ചത് മറന്നു പോകാത്ത ലോകത്ത് ആരുമില്ല. പഠിച്ചത് മറന്നു പോകുന്ന പ്രശ്നമുള്ളത് എല്ലാവർക്കും ഉണ്ട്. മറ്റൊന്നാണ് മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നം. ഫിസിക്സ് ആയാലും മാത്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും പ്രോബ്ലംസ് കടന്നു വരുമ്പം ബാക്കി എല്ലാം ഓക്കെ ആണെങ്കിലും പ്രോബ്ലംസ് ചെയ്ത് ഫൈനൽ ആൻസറിൽ എത്താൻ അറിയില്ല. ഈവൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് പോലും ഫൈനൽ ആൻസർ, ഒരു ആൻസർ ഏതാണ് നമുക്ക് അറിഞ്ഞിട്ട് പോലും ആ ആൻസർ കിട്ടാൻ കഴിയുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. മറ്റൊന്നാണ് ഉറക്കം. ചില ആൾക്കാർക്ക് ഉറക്കം കിട്ടാത്ത പ്രശ്നമുണ്ട്, ടെൻഷനൊക്കെ അടിച്ചിട്ട്. എന്നാൽ മറ്റൊരു കൂട്ടർക്കുണ്ട് ഉറക്കം കൂടുതൽ. എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും എത്ര നന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും രാവിലെ നേരത്തെ എഴുന്നേക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എണീക്കാൻ കഴിയുന്നില്ല. ചില കൂട്ടർക്ക് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉറങ്ങുന്ന പ്രശ്നം. ഇനി മുന്നോട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളാണ് മക്കളെ. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരണം ചെയ്താൽ മാത്രമേ നേരത്തെ പറഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഒരു കംബാക്ക് നിങ്ങൾക്ക് ഇനി ഒരു റിയലിസ്റ്റിക് ആയി നോക്കുന്ന സമയത്ത് പോസിബിൾ ആയുള്ളൂ. ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്കൂൾ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇലക്ഷൻ്റെ ലീവൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് ഹോളിഡേ വരുന്നുണ്ട്. പിന്നെ ശനിയാഴ്ചകളും ഞായറാഴ്ചകളൊക്കെ ഉണ്ട്. ഈ ദിവസം ഒരു കംബാക്ക് ഒക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് പറ്റും. പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ എങ്ങനെ നോക്കുകയാണെങ്കിലും, നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും എനിക്ക് നിങ്ങളോട് അതൊരു കോൺഫിഡൻസ് തരാനുള്ള ഒരു പാഴ്വാക്കല്ല. റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾ എത്രത്തോളം ഇത്രയും കാലം ഉഴപ്പിയിട്ടുണ്ടോ അത്രത്തോളം ഇനി ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ ട്രാക്കിലുള്ള കുട്ടിയാണെങ്കിൽ വലിയ എഫേർട്ട് ഇല്ലാതെ അവർക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ക്രിസ്മസ് എക്സാം വലിയ കുഴപ്പമില്ലാതെ പോകും. നിങ്ങൾ ഇത്രയും കാലം ഉഴപ്പിയവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം ഉഴപ്പിയത് കൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടി വരും, ഒരു മിനിറ്റ് പോട്ടെ, ഒരു സെക്കൻഡ് വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ല ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും. ആൻഡ് അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പാത്തായിരിക്കും. ആ ഡിഫിക്കൽട്ടായിട്ടുള്ള പാത്ത് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ആ പാത്തിലൂടെ നടക്കാന്ന് പറഞ്ഞാലും അത്ര എളുപ്പമല്ല. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഫണ്ണൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഭയങ്കര വർക്കിംഗ് ആടാ. നിങ്ങൾക്ക് ഇനി വേണ്ടത് ബേസിക്കലി ഒരു അഗ്രസീവ് ഒറ്റ മൈൻഡാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്രിസ്മസ് എക്സാമിന് ഒരു കംബാക്ക് നടത്തണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹം, ആ ആഗ്രഹം സാധിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വളരെ തീവ്രമായുള്ളൊരു ഫീലിംഗ് നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ അതിനെ ഒറ്റ മൈൻഡ് എന്ന് വിളിക്കാം. ആ ഒരു ഒറ്റ മൈൻഡോട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറ്റും. അല്ലാത്തൊരു മറന്നേക്ക് ക്രിസ്മസ് എക്സാം ടാറ്റാ ഗുഡ് ബൈ നടക്കൂല. നിങ്ങൾക്ക് മനസ്സിന് വിൽ പവർ ഇല്ലേ, നിങ്ങളാരും കഴിവ് കെട്ടവരാണോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തവരാണോ, പഠിക്കാൻ സൗകര്യമില്ലാത്തവരാണോ? ഒന്നുമല്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട്, നമ്മളെ മടി കൊണ്ട്, നമ്മളെ ഉഴപ്പൽ കൊണ്ട്, നമ്മളെ കെയർലെസ്നെസ് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ആവുന്നത്. യെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, നിങ്ങളെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക. നിങ്ങളെ മൈൻഡ് സെറ്റ് ഇത്രയും കാലം വളരെ സ്ലോ ആയിട്ടുള്ള, വളരെ കാഷ്വൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം. എക്സാം വരുന്നുണ്ട്, പഠിക്കണം. നാളെ എക്സാം ഉണ്ട്, പഠിക്കണം. വർക്കാകൂല.
നിങ്ങൾ അതിനെങ്ങോട്ട് മാറ്റണം? നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഫിഫ്ത്ത് ഗിയറിലോട്ട് മാറ്റുക എന്നൊക്കെ നമ്മൾ പദപ്രയോഗം നടത്താറില്ലേ? എന്താണ് അതിൻ്റെ ആ ഒരു മീനിങ്? എന്താ? നിങ്ങൾ ഇത്രയും കാലം വളരെ സ്ലോ ആയിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള പോയ കാര്യം നിങ്ങൾ ഇനി അഗ്രസീവ് മൈൻഡ് സെറ്റിൽ പോവാം. ഒറ്റ മൈൻഡ്, ആ അഗ്രസീവ് മൈൻഡ് വേണം. നിങ്ങൾ ഇനി മുതൽ ഏത് ചാപ്റ്റർ, ഒരു ചാപ്റ്റർ പഠിക്കാതിരുന്നാൽ മതി. ആ ചാപ്റ്റർ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ, ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന് നോക്കട്ടെ, ഇന്നൊരു തീരുന്നോടത്തോളം തീർന്നോട്ടെ, തീർന്നില്ല നാളെ നോക്കാം. അത് വർക്ക് ചെയ്യില്ല. അതാണ് 1ാം ഗിയർ. നിങ്ങൾ 5ാം ഗിയറിലോട്ട് മാറണം. അഗ്രസീവായിട്ടുള്ള, വളരെ തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഞാൻ 7 മണിക്ക് പഠിക്കാനിരുന്നാൽ 11 മണിക്ക് ഞാൻ പഠിച്ച് തീർക്കാൻ ശ്രമിക്കും. ഇനി തീർന്നില്ലെങ്കിൽ ഉറക്കം വേണ്ട, എനിക്കിന്ന് ഭക്ഷണം വേണ്ട, ഞാൻ ഇന്ന് 12 മണിന് മുമ്പ് ആ ചാപ്റ്റർ തീർത്തിരിക്കും. ഇനി 12 മണിക്ക് തീർന്നില്ലെങ്കിലും ഞാൻ ഉറങ്ങില്ല, ഞാൻ 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ച് പഠിച്ച് തീർത്തേ പറ്റൂ എന്നുള്ള ഒരു അഗ്രസീവ് മൂഡിലോട്ട് നിങ്ങൾ പോവാം. അല്ലാതെ നിങ്ങൾ വിചാരിച്ചില്ല എന്താ സംഭവിക്കുക? നിങ്ങൾ 7 മണിക്ക് പഠിക്കാതിരിക്കുന്നു, 10 മണി പ്ലാൻ ചെയ്യുന്നു. നിങ്ങളുടെ മൈൻഡിൽ ഈ അഗ്രഷൻ ഇല്ല, നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ മൈൻഡ് ഇല്ല. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ മൈൻഡിൽ എന്താ, ഇത് നാളെയും ചെയ്യാലോ, നമ്മൾ അത്രയ്ക്ക് അധികം ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെ മൈൻഡും ശരീരവും അതിയായിട്ട് ആഗ്രഹിക്കില്ല, നമുക്ക് ഉറക്കം വരും, നമുക്ക് മൈൻഡിലോട്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ആ മൈൻഡ് സെറ്റ് മാറ്റിയേ പറ്റൂ കേട്ടോ. യെസ്, ഇനി നിങ്ങൾക്ക് അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും, ഞങ്ങൾ സ്റ്റിൽ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസം നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം ആൻഡ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്തായിട്ട് പങ്കുവെക്കാം. മക്കളെ, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഗൈഡൻസ് നൽകാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് എക്സാമിന് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമുള്ള സ്റ്റഡി ഗ്രൂപ്പാണ്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അതിൽ കൊച്ചു കൊച്ചു മോട്ടിവേഷനായിട്ടും നോട്ട്സ് ആയിട്ടും ലിങ്കായിട്ടും മൈക്രോബിറ്റായിട്ടും ഒക്കെ നമ്മൾ അതിലായിരിക്കും സെൻഡ് ചെയ്യുക. ആൻഡ് അതിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് എന്തിനോടും ഇതിനോട് അഡ്ജസ്റ്റ് ആവും. സ്ഥിരമായിട്ട് ഇതിൽ കാര്യങ്ങൾ വരില്ലേ. ആൻഡ് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കൊന്നും ഉറപ്പാൻ തോന്നില്ല. ആ ലെവലിൽ ഞങ്ങൾ സെറ്റായി തരാം. നിങ്ങൾ ധൈര്യമായി ജോയിൻ ചെയ്തോ, താഴെ ലിങ്ക് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തെന്ന് ഉറപ്പ് വരുത്താം. പിന്നെ ഇതുപോലുള്ള ഷോർട്ട് വീഡിയോസ് നമ്മൾ തരുന്നുണ്ട്. അതായത് തെർമോഡൈനാമിക്സ് 35 മിനിറ്റിൽ കംപ്ലീറ്റ് ചാപ്റ്ററിലെ തിയറീസ് നമ്മളതിൽ പറയുന്നുണ്ട്. എന്നാൽ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും കൂടി, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞാൽ 35 മിനിറ്റ് തീരുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? PYQs വെച്ചിട്ടും NCERT ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസും PDF വെച്ചിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. A+ ലെവൽ ചോദ്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം എജുപോർട്ട് ആപ്പിലിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് വേറെ എവിടുന്ന് ഒപ്പിക്കുകയാണോ നിങ്ങൾ അവിടുന്ന് ഒപ്പിച്ച് പഠിച്ചാൽ നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പഠിക്കണം. ഇതുപോലുള്ള ഇതിൽ തിയറി തീർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റേതിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതേപോലെ എല്ലാ സബ്ജക്ട്സിൻ്റെ എല്ലാ ചാപ്റ്ററും നമ്മൾ തരുന്നതായിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നമ്മളെ ചാനലൊന്ന് എടുത്തു നോക്കുക. ഒരുപാട് ചാപ്റ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി 1 വീതം വരുന്നുണ്ട്. ഇനി മുന്നോട്ടും വരും. ഇനി അടുത്തത് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, 2 രീതിയിലുള്ള പെയിൻ ഉണ്ട്. 2 രീതിയിലുള്ള പെയിൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചൂസ് ചെയ്യും ലൈഫിൽ. അതേതൊക്കെ അറിയോ? ഒന്ന് പെയിൻ ഓഫ് ഡൂയിങ് ഇറ്റ് നൗ, ഒന്ന് പെയിൻ ഓഫ് ഫെയിലിയർ ലേറ്റർ. എന്താണെന്ന് അറിയില്ലല്ലോ, പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം ലൈഫിൽ നിങ്ങളെ മേലുള്ള നിലവിലുള്ള ഉത്തരവാദിത്തം എന്താ? നന്നായിട്ട് +1 പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, വീട്ടുകാരെയും നാട്ടുകാരെയും ടീച്ചേഴ്സിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക? അഭിമാന താരാവുക. അതല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ജോലി കാര്യങ്ങളൊക്കെ. അത് പിന്നെ നിലവിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താ? നന്നായി പഠിക്കാം. നന്നായി പഠിക്കണമെങ്കിൽ നന്നായിട്ട് എഫേർട്ട് എടുക്കണം. വേണ്ടേ? നന്നായിട്ട് എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കം കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ഫ്രണ്ട്സ് എൻജോയ് ചെയ്യാൻ പുറത്ത് പോകുന്ന സമയത്ത്, ടൂർ പോകുന്ന സമയത്ത് മേ ബി നമ്മൾ പോകാതിരിക്കേണ്ടി വരും. ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ട്സ് റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് മെസ്സേജ് അയച്ച് കളിക്കുന്ന സമയത്ത് മേ ബി നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരിക്കണം എന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ലെഫ്റ്റ് അടിച്ച് പോവുകയാണ്. ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് അടിപൊളി നല്ല മാർക്ക് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യണ്ടേ? ബേസിക്കലി ഒരു പെയിൻ എടുത്തല്ലേ പറ്റൂ. യെസ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇപ്പോൾ ബുദ്ധിമുട്ടണം. ആ ബുദ്ധിമുട്ട് എന്തിനാണ്? നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് എളുപ്പമായി വരാൻ വേണ്ടിയിട്ടാണ്. ലൈഫ് എളുപ്പമായി വരും ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചില ബുദ്ധിമുട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചില വേദനകൾ, ചില പെയിൻ നിങ്ങൾ ഇപ്പം അനുഭവിക്കണം. അതാണ് പെയിൻ ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. ഇത് ചെയ്തില്ലെങ്കിൽ ഈ പെയിൻ, ഈ ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ അനുഭവിച്ചില്ലേ, സംഭവിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞൊരു പെയിൻ വരാണ്ട്. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ പേടിയുണ്ടോ? ഭാവിയിൽ നല്ലൊരു കോളേജ് കിട്ടിയില്ലെങ്കിൽ. അതിപ്പോഴുള്ള പേടിയാണ്. അതിൻ്റെ ശരിയായ അവസ്ഥ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയാനകമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മളെ കൂടെ ഉള്ളവരെല്ലാം നല്ലൊരു കോളേജിൽ പോയി, ഗവൺമെൻറ് കോളേജുകളും കിടിലൻ കോളേജിൽ പോയി. നമുക്കൊരു കോളേജ് പോലും അഡ്മിഷൻ കിട്ടിയില്ല. മേ ബി +1 +2 ഫെയിലായി.
ജസ്റ്റ് തട്ടുമുട്ടി പാസ്സായി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലക്ഷങ്ങൾ ചിലവാക്കി, പാരൻസിൻ്റെ പൈസ ചിലവാക്കി, ചിലപ്പോൾ പൈസ ചിലവാക്കാൻ പാരൻസിൻ്റെ കയ്യിലുണ്ടല്ലോ, ഒരു കടമൊക്കെ എടുത്തിട്ട് വേണ്ടി നമ്മളെ പ്രൈവറ്റായിട്ടൊക്കെ പഠിപ്പിക്കേണ്ടി വരും. അത് പഠിച്ചു കഴിഞ്ഞാലും ആ പ്രൈവറ്റായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. മോശം കാര്യങ്ങളൊന്നുമല്ല, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോബിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ ഈ ലക്ഷങ്ങളെ കടവോ അല്ലെങ്കിൽ ഈ പൈസ ഒക്കെ സമ്പാദിച്ചെടുക്കണ ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ നല്ലൊരു ജോലി സെറ്റ് ആവണമെന്നില്ല. ബുദ്ധിമുട്ടല്ലേ? ആ ഒരു പെയിൻ ഒരിക്കലും ഇതിൻ്റെ അടുത്തെത്തുമോ? നോ. ഇത് വളരെ ചെറുതാണ്. ഇപ്പം നമുക്ക് ഉറക്കം ഒഴിവാക്കുന്നതും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ല ഇത് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, ഈ പെയിൻ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ, അനുഭവിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഭാവിയിൽ ഈ പെയിൻ നിങ്ങൾ അനുഭവിക്കും. പെയിൻ ഓഫ് ഫെയിലിയർ ലേറ്റർ. മക്കളെ സഹിക്കാൻ കഴിയില്ല, വേണ്ട. നമ്മൾ ഇതങ്ങ് അനുഭവിച്ചേക്ക്, ഇപ്പോൾ അത് അനുഭവിച്ചേക്ക്. നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നും, ആ ബുദ്ധിമുട്ടങ്ങ് സഹിച്ചേക്ക്. അത് സഹിക്കണം എന്നാണ് ഞാൻ പറയാം കേട്ടോ. ഇനി അടുത്ത് നിങ്ങളോട് പറയാവുന്ന ഒരു ചലഞ്ച് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ താഴെ ചലഞ്ച് എന്ന് പറയണേ. ആൻഡ് ഇറ്റ്സ് എ ഹാർഡ് ചലഞ്ച്, എളുപ്പമൊന്നുമല്ല. ആ ചലഞ്ച് എന്താ അറിയോ? നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? ഡിസപ്പിയർ ചെയ്യാം. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ഡിസപ്പിയർ ചെയ്യാം. നാട് വിടാനല്ലോ പറഞ്ഞത്. സോഷ്യൽ മീഡിയ നിങ്ങൾ ഡിസപ്പിയർ ചെയ്തേക്ക്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യണം. അൺഇൻസ്റ്റാൾ അല്ല, ഡീആക്ടിവേറ്റ് ചെയ്യണം. സ്നാപ്പ് ഡീആക്ടിവേറ്റ് ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് അടിക്കണം. പേഴ്സണൽ ചാറ്റൊക്കെ ഓക്കെ, ഫാമിലി ഒക്കെ കാര്യങ്ങളുണ്ടാവും. ബാക്കി ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക, മ്യൂട്ട് അടിക്കുക, അർച്ചീവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാം. അപ്പോൾ ചോദിക്കുക, അയ്യോ അത് വേണ്ട, അത് കുറച്ച് റിസ്ക്കാണ്. ഒരു റിസ്ക്കില്ല. അപ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ആവും. ഇൻസ്റ്റ നമ്മളില്ലെങ്കിൽ ലോകത്തെ ട്രെൻഡുകൾ അറിയില്ല, ലോകത്തെ പ്രധാനപ്പെട്ട റീൽസ്, ഫണ്ണി റീൽസ്, ആഷിറിൻ്റെ റീൽ അറിയില്ല, ഹനാൻ ഷാൻ്റെ റീൽ അറിയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലയക്കുന്ന, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലയക്കുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ദേ ഡോണ്ട് കെയർ അബൌട്ട് യു. ചിലപ്പോൾ 1-2 പേര് എന്ത് ചെയ്യും, അടാ നീ എന്തിനാടാ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ, മേ ബി പിറ്റേ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ചോദിച്ചാലായി 10 പേരുള്ള ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിച്ചാൽ മേ ബി ഒരാൾ ചോദിക്കും, എടാ നിനക്ക് എന്ത് പറ്റിയടാ, നിനക്കെന്താ ബ്രേക്കപ്പ് ആണോ, നിനക്കെന്താ ഹാർട്ട് ബ്രേക്ക് ആണോ, നിനക്ക് തേപ്പ് കിട്ടിയതാണോ, നിനക്ക് ഡിപ്രഷൻ ആണോ എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ ചിലർ ചോദിക്കും നീ നന്നാവാൻ തീരുമാനിച്ചു, അതൊക്കെ ഒഴിവാക്കിയോ. നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി കൂളായിട്ട്, ഞാൻ എക്സാമിനേഷൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഡിസപ്പിയർ ആൻഡ് റീഅപ്പിയർ എന്നാണ്. ഡിസപ്പിയർ ചെയ്യണം താൽക്കാലികമായി സോഷ്യൽ മീഡിയയിൽ നിന്ന്, ആൻഡ് റീഅപ്പിയർ ചെയ്തോ, പക്ഷേ ഓൺലി ആഫ്റ്റർ ബീങ് സക്സസ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് റീഇൻസ്റ്റാൾ ചെയ്യാൻ റീഅപ്പിയർ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തൽക്കാലം +1 എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമല്ലോ, +1 എക്സാമിന് റിസൾട്ട് വരുമല്ലോ, ആ റിസൾട്ട് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട്, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കിയിട്ട്, മാസ് BGM ഒക്കെ ഇടുന്ന ആലോചിച്ച് നോക്ക്. കിഡ്ലൻ കംബാക്ക് അല്ലേ, സക്സസ്ഫുൾ ആയി തിരിച്ചു വരിക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പൈലറ്റ് ആയവർ, മെർച്ചൻ്റ് നേവി ആയവർ, NDA ക്രാക്ക് ആയവർ, IITയിലും എയിംസിലൊക്കെ കയറിയവർ കണ്ടിട്ടില്ലേ? അവരെ സക്സസ് സ്റ്റോറി നിങ്ങൾ റീൽ കണ്ടിട്ടുണ്ട്. ആൻഡ് അവരെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കാലം അവർ ബ്ലാങ്ക് ആയി, ചിലപ്പോൾ അക്കൗണ്ടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അക്കൗണ്ട് തുടങ്ങി തന്നെ ആ കോളേജിൽ എത്തിയതിന് ശേഷിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് അതുകൊണ്ടാണ് എത്താൻ പറ്റിയത്. ആൻഡ് അവർ പഠിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ ഫീൽഡിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ ജീവിച്ചിരിച്ച പോലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ജീവിച്ചിരുന്ന പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ സക്സസ്ഫുൾ ആയത് നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് ആഘോഷിക്കാം. സോ ഡിസപ്പിയർ ആൻഡ് റീഅപ്പിയർ ഓൺലി ആഫ്റ്റർ ബീങ് സക്സസ്ഫുൾ. സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിലവിൽ നിങ്ങളെ +1 എക്സാം വരാൻ ഞാൻ പറയുന്നത്, ക്രിസ്മസ് എക്സാം വരാനല്ല. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ ചലഞ്ച് അക്സെപ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് രാവിലെകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാനലിൽ ഒരു മെസ്സേജ് ഒക്കെ വയ്ക്കുന്ന ചെറിയൊരു മോട്ടിവേഷൻ പരിപാടിയുണ്ട്. ആൻഡ് നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. രാവിലെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ടൈം കിട്ടും. ആൻഡ് അടുത്ത കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ ട്രാക്കർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, CS, ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ട് എത്ര ചാപ്റ്റേഴ്സാണ് ഓരോ സബ്ജക്ട്സിലുള്ളതെന്ന് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു, ഒന്ന് വരച്ചു നോക്കാം. ഇത് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. മേ ബി അത് പ്രിൻ്റ് എടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചുമ്മാ വരച്ചു നോക്ക്. എന്നിട്ട് പഠിച്ച ചാപ്റ്റർ ഒന്ന് ടിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് 1-ാം പാഠം, 6-ാം പാഠം, 9-ാം പാഠം റിവൈസ് ചെയ്താണെങ്കിൽ വേണമെങ്കിൽ അതെന്ത് ചെയ്തോ, അതിന് നേരെ ഒരു വട്ടം കൂടി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ചാപ്റ്റർ പഠിച്ചെന്ന് എന്ത് ചെയ്യും, നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ? പഠിക്കാത്ത ചാപ്റ്റർ ഏതാണ്, ഏതൊക്കെ കഴിഞ്ഞ് റിവൈസ് ചെയ്യണമെന്ന് ഒരു ഒറ്റ നോട്ടം കാണുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഒറ്റ നോട്ടം കാണുമ്പോൾ നമുക്കൊരു സീരിയസ്നെസ് വരും, നമുക്കൊരു ഡെഫിനറ്റ് ഒരു മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ക്ലാസ്സിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അയച്ചു തരാം. ആൻഡ് അടുത്ത കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എജുപോർട്ട് പുതിയ 2 ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചെറിയ രീതിയിൽ ട്രയൽ എന്ന രീതിയിൽ കഴിഞ്ഞ വീക്കിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ആൻഡ് അതിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നിങ്ങൾക്ക് മക്കളെ കേരളം കാണാത്ത 2 ഫീച്ചേഴ്സ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതുവരെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. യെസ്, ഡൗട്ട്സ് വരും. ഡൗട്ട്സ് ഇല്ലാത്തവരാരാ?
പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ എഡ്യൂപോർട്ട് ആപ്പിൽ തന്നെ AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പല കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തത് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് തന്നെ അവർക്ക് ചോദിക്കണം. വാട്സപ്പിലൂടെ ചോദിച്ചാൽ ഒരു വോയിസ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ആയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് അതിന് ഭയങ്കര ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്, ഒരു ഫാക്കൽറ്റി അതിനായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട, അവരുടെ ജോലിയുടെ ടൈം മാറ്റിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറായിട്ടുണ്ട്. എഡ്യൂപോർട്ടിൻ്റെ ഫാക്കൽറ്റീസ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും വാട്സപ്പിലൂടെ. ആൻഡ് അതിന് പെർട്ടിക്കുലർ ടൈം ടേബിളും പെർട്ടിക്കുലർ ടൈമും ഉണ്ടാവും. ആ ടൈമിന് ആ ഫാക്കൽറ്റി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അവരോട് സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കിഡിലും ഫാക്കൽറ്റി ഒരു ഫീച്ചറാണ്. വേറെ ആരും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എഡ്യൂപോർട്ട് സ്വന്തം റിസ്കിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആക്കി സെറ്റാക്കി തരും. അടുത്തത് നമ്മളുടെ വാട്സപ്പ് ചാനലിൽ +1 +2 വാട്സപ്പ് ചാനലൊക്കെ പൊതുവെ റൺ ചെയ്യൽ ഞാൻ, അതിൽ വരുന്ന മെജോറിറ്റി മെസ്സേജൊക്കെ ഇടുന്നത് ഞാൻ, വോയിസ് ഒക്കെ ഇടുന്നത് ഞാൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ബാക്കി വർക്കിൻ്റെ ഇടയിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ചില ദിവസം ക്ഷീണിച്ചുകൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് എഡ്യൂപോർട്ടിന് മെൻറ്റേഴ്സ് ഉണ്ട്. ആ മെൻറ്റേഴ്സ് ഇതുപോലെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ, നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ, നിങ്ങളും നിങ്ങളുടെ മെൻറ്റേഴ്സും മെൻറ്റേഴ്സിൻ്റെ കുറച്ച് സ്റ്റുഡൻസും ഒരു സ്റ്റഡി ഗ്രൂപ്പ്, നിങ്ങൾ അതേ സമപ്രായക്കാരുള്ള നല്ല കിടിലൻ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ പഠിക്കുന്നു. അതിൽ ചാറ്റിംഗ് ഒന്നുമില്ല കേട്ടോ, ചാറ്റിങ്ങുള്ള ഗ്രൂപ്പൊന്നുമല്ല. ആൻഡ് അത് 1 സൈഡ് മെസ്സേജ്, നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റില്ല. നിങ്ങൾ മെസ്സേജ് കഴിഞ്ഞാൽ അത് കോഴിത്തരത്തിലേക്ക് പോകും. അതങ്ങനെ തന്നെ ഞാൻ പറയാം. അതൊന്നുമില്ല. മെൻറ്റർ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരും, നിങ്ങൾക്ക് ടാസ്ക് തരും, പഠിക്കാനുള്ള ചലഞ്ച് തരും, പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഡൗൺ ആകുമ്പോൾ പൊക്കും. അതിപ്പോൾ സാധാരണ വിളിച്ചിട്ടും മെസ്സേജ് ആയിട്ടുള്ള നമ്മളതൊരു കമ്മ്യൂണിറ്റിയിലോട്ട് മാറ്റി, സ്റ്റഡി ഗ്രൂപ്പിലോട്ട് മാറ്റി. അതിൽ ഒരുപാട് കിഡിലൻ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരും. ഫോർ എക്സാമ്പിൾ മിസ്, ഇത് ഇപ്പോൾ സുസ്മിത മിസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. സുസ്മിത മിസ് +1 നമ്മളൊരു മെൻറ്ററാണ്. മെൻറ്റർ പറയുന്നു, എന്താണ് മക്കളെ, ഇന്നത്തെ ചലഞ്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. അപ്പോൾ മിസ്സിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ സ്റ്റഡി ചലഞ്ചാണ്. ആൻഡ് മിസ് തന്നെ പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള പാടാണ്. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉണ്ട്, ഇതിൽ തിയറി ആദ്യം ഫോർമുല ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, തിയറി പഠിക്കണം എന്നൊക്കെ മിസ് തന്നെ കുറേ ട്രിക്കുകൾ പറയുന്നുണ്ട്. ഇനി 2 ഗ്യാങ് ആയിട്ടൊക്കെ തിരിച്ചിട്ട് ചില സമയത്ത് ഇതിലെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ്, ലൈറ്റ് റിയാക്ഷൻ ലെജൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഗ്യാങ് ആയിട്ട് തിരിക്കുന്നു. ആൻഡ് അവർക്ക് ഓരോരുത്തർക്ക് പഠിക്കാൻ ടാസ്ക് കൊടുക്കുന്നു. ആൻഡ് അതൊക്കെ ഒരു ഗെയിമിഫൈഡ്. നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ അയ്യോ അതൊക്കെ വേണോ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ മടി കാര്യം മാറും. ആൻഡ് ഇത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ആ സ്റ്റഡി ഗ്രൂപ്പിൽ ചെയ്യുകയാണ്. ആൻഡ് ഇത് മുന്നോട്ട് കിഡിലനായിട്ട് പഠിക്കുന്ന ഫോട്ടോസ്, അവരുടെ എൻജോയ്മെൻറ്റ്സ്, ചെറിയ ചെറിയ ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നു. ചില അടിപൊളി പോൾസ് വരുന്നു. ഓവറോൾ നമ്മളെ മൈൻഡ് പോസിറ്റീവായിട്ട് പഠിക്കുന്നതായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും ഈ സ്റ്റഡി ഗ്രൂപ്പിൽ. അപ്പം ഇതും നിങ്ങൾക്ക് ഉള്ള ഫീച്ചറാണ്. ഇതുപോലെ എഡ്യൂപോർട്ടിൻ്റെ ഏത് ബാച്ചുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ഇതിന് യാതൊരു ഫീസും തരണ്ട. ആൻഡ് അടുത്തത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച ഓഫറാണ്. നിങ്ങൾ ഇതുവരെ എഡ്യൂപോർട്ടിൻ്റെ ഒരു +1 ബാച്ചിൽ ഭാഗമല്ലെങ്കിൽ, സൂപ്പർ ബാച്ചിലോ ഫാസ്റ്റ് ട്രാക്കിലോ ഒന്നൊരു ഭാഗമല്ലെങ്കിൽ, നിങ്ങൾക്ക് ഇനി ഏറ്റവും ബെസ്റ്റ് പ്ലാനാണ് പറയുന്നത്. ആൻഡ് അറ്റ് ഏറ്റവും കിഡിലൻ പ്രൈസ്, മറ്റാരും നൽകാത്ത പ്രൈസ്. ഒരു 6-7 മാസത്തെ നിങ്ങളെ മൊബൈൽ റീചാർജിൻ്റെ പൈസ പോലും സത്യത്തിലില്ല. നിങ്ങളെ +1 എൻ്റയർ +1 നിങ്ങൾ 1,999 ആണ് ഫീസ് കൊടുക്കേണ്ടത്. 1,999 ആണ് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതുള്ളൂ. ആ ഫീസിൽ നിങ്ങൾക്ക് എൻ്റയർ +1 ഞാൻ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കിട്ടും. അതിൻ്റെ കൂടെ ക്ലാസ്സസ്, എഡ്യൂപോർട്ട് ആപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അൺലോക്ക് ആയിരിക്കും. അതിലെ ക്ലാസ്സസ് ആയാലും 1 ഷോട്ട് ആയാലും PYQ ആയാലും നോട്ട്സ് ആയാലും മൈക്രോബിറ്റ് ആണെങ്കിലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കും, ഫാക്കൽറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡെയിലി റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും, ഡെയിലി ലൈവ് ക്ലാസ്സും ഉണ്ടാവും. ആൻഡ് ഈ ബാച്ചിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റർ ബാച്ച് എന്നാണ്. പ്യുവർലി പബ്ലിക് എക്സാം ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും A+ ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള ബാച്ചാണ്. നിങ്ങളിതിൽ ജോയിൻ ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. വേറെ ഒരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഓൾറെഡി വേറെ ബാച്ചിലൊക്കെ ഉണ്ട്, വേറെ പ്ലാറ്റ്ഫോമിൻ്റെ ബാച്ചിലുണ്ട്. നിങ്ങൾ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ അവിടെ നന്നായി പഠിക്കണം. അവിടെ ജോയിൻ ചെയ്തു, തീരെ ഓക്കെ അല്ല, പഠിക്കാൻ പറ്റുന്നില്ല, ട്രാക്കിലല്ല, നിങ്ങളിവിടെ കഴിയുകയാണെങ്കിൽ ഈ ഫീസ് എന്ന് പറഞ്ഞാൽ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ്. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാരുമില്ല മക്കളെ. 2,000 റുപ്പീസ് പോലും ഇല്ല. നിങ്ങൾ വിചാരിക്കുകയാണ്, ചിലപ്പോൾ വീട്ടിൽ ചോദിച്ചാൽ ഞാൻ ചീത്ത കേൾക്കും. നിങ്ങൾ ചോദിച്ചു നോക്കും, വീട്ടുകാർക്ക് സന്തോഷം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്, വേറെ ഒന്നിനല്ല. നിങ്ങൾ ടൂർ പോകാൻ വേണ്ടിയിട്ടാണോ? അല്ല. വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എമൗണ്ടേ അല്ല, 2,000 രൂപ എന്ന് പറഞ്ഞാൽ എൻ്റയർ +1 വേണ്ടിയിട്ട്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഈ ഓഫർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫീസ് ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിനെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഫീസ് ഒന്ന് മാറുന്നതായിരിക്കും, ഒന്ന് കൂടുന്നതായിരിക്കും. അപ്പം കയ്യിലിപ്പോൾ പൈസ ഇല്ല, കയ്യിലിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൽ എന്തില്ല, ഗൂഗിൾ പേ ഇല്ല, ഡോണ്ട് വറി, രജിസ്റ്റർ ചെയ്താൽ മതി. താഴെ ഫോം ഫില്ല് ചെയ്താൽ മതി. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് അത് 2-3 ഡേയ്സിനുള്ളിൽ അവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ചാൽ മതി. നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പൈസ പിന്നെ അടച്ചാൽ മതി. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ കാര്യം, താഴെ ഒരു ഫോം ഉണ്ടാവും. ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കുക, അവർ വരും. ആൻഡ് ആ ഫീസിന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് പിന്നെ ഫീസ് കൂടിയിട്ട് പിന്നെ
അയ്യോ എന്ന് പറയരുത്. ആൻഡ് ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ബൂസ്റ്റർ ബാച്ച് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ ഫുൾ സിലബസ് തീരും. ആൻഡ് ഫെബ്രുവരിയിലും മാർച്ചിലും റിവിഷൻസും മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ നടത്തുന്നതായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇത് ബാച്ചിനും അവൈലബിൾ ആയിരിക്കും. ഫോർ ഫീസ് വീഡിയോ റിപ്പീറ്റ് ചെയ്യണം 1999 കേരളം കണ്ട ഏറ്റവും ബെസ്റ്റ് പ്ലാനാണിത് കേട്ടോ. ആൻഡ് ഒരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. ഈ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് മാരത്തോൺ ഉണ്ടാവും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ സെറ്റായി വരിക. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ഡേ നിങ്ങൾ മൈൻഡ് ഇട്ടാണെങ്കിൽ ഫിസിക്സിലെ ഒരുപാട് ചാപ്റ്റേഴ്സും കെമിസ്ട്രിയിലെ ഒരുപാട് ചാപ്റ്റേഴ്സും ഈ 2 ദിവസം കൊണ്ട്, ഈ ശനി ഞായർ കൊണ്ട് ഞങ്ങൾ സെറ്റായി തരും. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും, നിങ്ങൾ പഠിക്കുക കേട്ടോ. ആൻഡ് വീണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിങ്ങളുടെ കാഷ്വൽ മൈൻഡ് സെറ്റിന് എന്തിലോട്ട് മാറണം, ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് മൂഡിലോട്ട് മാറിയിട്ട് വേണം ഇനി മുന്നോട്ട് പഠിക്കാൻ.